രാജാവ് പ്രഖ്യാപിച്ച പാരിതോഷികങ്ങൾ നാം വേണ്ടെന്ന് വെക്കില്ല. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജഗൽപതേ സച്ചിദാനന്ദ ലോകൈക രക്ഷക ഉച്ചരിക്കാനരുളണി സൽബുദ്ധി നിന്റെ കീർത്തനം സന്തതം ശ്രീനിധേ അത്തലെന്നതുമെന്തെന്നറിയില്ല ത്വത്കഥാമൃതം ഭക്തിയിൽ വാഴ്ത്തുമ്പോൾ സജ്ജനഗതിയേകിയൻ ചിത്തത്തിൽ സത്വചിന്തകളിന്നും വളരട്ടെ. ആധിയില്ല പരാതിയും തെല്ലുമേ മാധവാ നീ തുണയ്ക്കുള്ള കാലത്ത് മേധയിൽ നിൻ ചിലമ്പോലി നാദമേ ഏതു ദുഃഖവും മാറുന്നു. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോയാൽ പോരെ? ഇത് നമുക്കൊരു പുതുമയല്ലല്ലോ പത്നി. നാം ഇതിന് വിധിക്കപ്പെട്ടവരാണ്. കൃഷ്ണസ്തുതി പാടി പണ്ടും നാം വീടുകളിൽ കയറി ഇറങ്ങിയിട്ടില്ലേ? ഭിക്ഷ യാചിച്ചിട്ടില്ലേ? പക്ഷേ ഇപ്പോൾ അതുപോലെയല്ലല്ലോ കാര്യങ്ങൾ. രാജാവ് അറിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. അവിടുത്തെ സങ്കോചം എനിക്ക് മനസ്സിലായി. പക്ഷേ കൃഷ്ണസ്തുതി പാടാതെ അത് പ്രചരിപ്പിക്കാതെ ജീവിക്കുന്നതിലും നല്ലത് മരണം തന്നെ. പിതാവേ, അവിടെ നിന്ന് പോയി വരുമ്പോൾ ഭക്ഷിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരുമോ? അതെ പിതാവേ, എന്തായാലും കുഴപ്പമില്ല. കൊണ്ടുവരുമോ പിതാവേ? ശബ്ദമുണ്ടാക്കാതിരിക്കൂ കുഞ്ഞുങ്ങളെ, ശബ്ദമുണ്ടാക്കാതിരിക്കൂ. പിതാവേ, എന്തായാലും കുഴപ്പമില്ല. കൊണ്ടുവരുമോ പിതാവേ? ഇത് നിങ്ങളോടൊന്ന് മിണ്ടാതിരിക്കാൻ പറയോ? അല്ല കുചേല, ഈ വീണയും പാണ്ടക്കെട്ടൊക്കെ ആയിട്ട് ഇത് എങ്ങോട്ടാ? പഴയ പോലെ തെണ്ടാൻ പോവാൻ തീരുമാനിച്ചോ? അതെങ്ങനെ ശരിയാകും കുചേല? കുചേലന്റെ ഇഷ്ടപ്പാട്ടുകളൊന്നും പാടാൻ വയ്യല്ലോ. നിഷിത്തം നിഷിത്തം. ഇല്ല സംശയം നിന്നെ ഭജിക്കുവാൻ തന്നതാണി കലിയുഗ ജന്മവും. നിന്റെ ഭക്തന്റെ പാദാംശു വീണൊരാ പൊന്നടയിൽ നമിക്കുവാൻ ഭാഗ്യവും. ഈശലില്ല നിൻ കാരുണ്യ നേത്രമേ. അമ്മേ, എനിക്ക് വിശക്കുന്നു. കുഞ്ഞെ, ഇതാ അല്പം വെള്ളം കുടിക്കൂ. എനിക്കിനി ഈ വെള്ളം വേണ്ട അമ്മേ. എന്തെങ്കിലും കഴിക്കാൻ തരൂ. പിതാവ് ഇന്നു തന്നെ നിങ്ങൾക്കുള്ള ധാന്യവുമായി മടങ്ങി വരും. 2 ദിവസമായില്ലേ പിതാവ് പോയിട്ട്? ഇനിയൊന്നും കിട്ടാഞ്ഞിട്ടാണോ വരാത്തത്? ഒരിക്കലും ആവില്ല. നമുക്കെല്ലാം വിശപ്പ് മാറുവോളം കഴിക്കാനുള്ളത് അദ്ദേഹം കൊണ്ടുവരും. അതുവരെ പിടിച്ചു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇന്നലെ ബാക്കിയുണ്ടായിരുന്ന അവനിൽ നിന്നൊരു പിടി തന്നുകൂടെ? മകനെ, അത് നമ്മുടെ പൂജാദ്രവ്യമാണ്. കൃഷ്ണനെ നേദിക്കുവാനായി നമുക്കാകെ മിച്ചമുള്ളത് അതിൽ നിന്ന് എടുക്കുവാൻ പാടില്ല. നമ്മൾ ഇത്രയും സേവിച്ചിട്ട് എന്തേ കൃഷ്ണൻ വിളി കേൾക്കാത്തത്? ഇനി നമ്മളെ ഇഷ്ടമല്ലെന്നുണ്ടോ? അങ്ങനെ പറയാതിരിക്കൂ കുഞ്ഞെ. പ്രതിഫലം പ്രതീക്ഷിച്ച് സേവിക്കാൻ ഒരിക്കലും
ഒരിക്കലും പാടില്ല. വരൂ, എന്തെങ്കിലും അകത്തുണ്ടോ എന്ന് അമ്മ നോക്കട്ടെ. ഉണ്ണി, നീ വരുന്നില്ലേ? അമ്മ പോയിക്കോളൂ, ഞാനിവിടെ ഇരുന്നു കൊള്ളാം. എന്താടാ നോക്കി നിൽക്കുക? കുഞ്ഞുവിന് അവിടുന്ന് എന്താണ് കൊടുക്കുന്നത്? പാല്. പാലോ? അതിന്റെ നിറം എന്താണ്? വെളുപ്പ്. വെളുപ്പോ? അവല് പോലെ കഴിക്കുന്നതാണോ അതോ ജലം പോലെ കുടിക്കുന്നതാണോ? ഞാനിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കണ്ടില്ലേ? കുടിക്കുന്നത്. കുടിക്കുന്നതോ? കുടിക്കുന്നതോ? എനിക്കൊരല്പം പാല് തരുമോ? നിശ്ചയമുള്ളത് മതി. നീ കുടിച്ചതിന്റെ ബാക്കി പിന്നെ എന്റെ കുഞ്ഞു കുടിക്കണം, അതും ഈ സ്വർണ്ണപാത്രത്തിൽ. ഇവിടെ നിൽക്ക്, ഞാൻ വേറെ വല്ല ഇലയിലോ കുമ്പിളിലോ മറ്റോ കൊണ്ടു തരാം. മതി മതി. ഇത് ജലം പോലെ അല്ലല്ലോ, അല്പം കട്ടിയുണ്ട്. രുചി എങ്ങനെയുണ്ട്? രുചി ഒരു വല്ലാത്ത രുചി. ആ, അങ്ങനെയാ പാല്. എന്നാ നീ കുടിച്ചോ. വാ മോനെ. അയ്യോ, അമ്മേ അനുജനും. അമ്മേ, അനുജ, അനുജന്മാരെ, ഇതാണ് പാല്. കണ്ടോ, വെളുത്ത നിറമാണിതിന്. ഞാൻ കുടിച്ചു, അല്പം കൂടിയുണ്ട്. എനിക്കും തരൂ, എനിക്കും തരൂ. തരാം തരാം, എല്ലാവർക്കും തരാം. ഏയ്, എന്താണ് നിങ്ങൾ കഴിക്കുന്നത്? ആരാണ് നിങ്ങൾക്കിത് തന്നത്? അമ്മേ, ഇത് പാലാണ്, വെളുത്ത പാല്. ഇത് കുഞ്ചുവിന്റെ അമ്മ നമുക്ക് തന്നതാണ്. എന്തിനാണ് അമ്മ ഇത് കളഞ്ഞത്? അത് പാലല്ല ഉണ്ണി. പതി, അവിടുന്ന് ഇതുവരെയും ഉറങ്ങിയില്ലേ? അയ്യോ, എന്തു പറ്റി? അവിടുന്ന് ഏറെ ക്ഷീണിതനായിരിക്കുന്നല്ലോ. വരൂ, ഇവിടെ ഇരിക്കൂ. രാജ്യത്ത് കൃഷ്ണസേവ കളങ്കമായി തീർന്നിരിക്കുന്നു. ചില ഭക്തർ പോലും സ്വപ്നപാരിതോഷികത്തിൽ മതിമറന്ന് അനർത്ഥം പ്രവർത്തിക്കുന്നു. മറ്റു ചിലരാകട്ടെ ഇത് ഭയന്ന് കൃഷ്ണനാമം ഉരുവിടുകയോ ഉരുവിടാൻ അനുവദിക്കുകയോ ചെയ്യാതെ നീങ്ങി അകലുന്നു. ചില നല്ല കൃഷ്ണഭക്തർ നമുക്ക് വേണ്ട ധാന്യങ്ങൾ തന്നു. എന്നാൽ ആരോ പറഞ്ഞ് വഴിമധ്യേ രാജകിങ്കരന്മാർ എല്ലാം പിടികൂടി. നമുക്ക് വേണ്ടുവോളം ശകാരവും കിട്ടി. അയ്യോ പതി, ഇവിടം വിങ്ങിയിട്ടുണ്ടല്ലോ. സാരമില്ല ഭക്തി, എല്ലാം നന്മയ്ക്കു വേണ്ടിയാണല്ലോ. കാർമേഘത്തിന് ഒരുപാട് നാൾ സൂര്യനെ മറയ്ക്കുവാനുള്ള ശക്തിയില്ല. രുക്മിണി ദേവിയുടെ ആഗ്രഹപ്രകാരം ദേവിയെ വിവാഹം കഴിച്ചതിന് പ്രകോപിതനായാണല്ലോ രാജാവ് ഇപ്രകാരം ചെയ്തു കൂട്ടുന്നത്. എന്നാൽ തെറ്റ് തിരിച്ചറിയുമ്പോഴേക്കും രാജ്യത്തെ പ്രജകളുടെ സ്ഥിതി. അങ്ങ് പറഞ്ഞുവല്ലോ,
കാർമേഘത്തിന് ഒരുപാട് നാൾ സൂര്യനെ മറച്ചു വയ്ക്കാനാവില്ല എന്ന്. എന്നാൽ ആ മറയിൽ നാം ഇല്ലാതായാൽ സൂര്യവെളിച്ചം കാണാൻ നമുക്കാകുമോ? എന്താണ് പത്നി ഇപ്രകാരം പറയുന്നത്? ഞാൻ ഇതുവരെ അവിടുത്തോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. എന്നാൽ ഞാനൊരു പത്നി മാത്രമല്ല, ഒരു മാതാവ് കൂടിയാണ്. അവരുടെ വിശപ്പ് മാറ്റാൻ നിയോഗിക്കപ്പെട്ടവൾ. അവരുടെ വിശന്നുള്ള ഓരോ വിളികളും എന്റെ ഹൃദയം കുത്തിത്തുളയ്ക്കുകയാണ്. പക്ഷേ ഈ ദരിദ്ര ബ്രാഹ്മണൻ എന്താണ് ചെയ്യുക? ഈ കൃഷ്ണസ്തുതിയും പൂജയും അല്ലാതെ മറ്റെന്താണ് നമുക്കറിവുള്ളത്? അവിടുന്ന് ദ്വാരകയിൽ പോകണം, ദ്വാരകാനാഥനെ കാണണം. നാം ദ്വാരകയിലേക്ക് പോകാനോ സഹായം ചോദിക്കാനോ ഒരിക്കലുമില്ല. അങ്ങനെയല്ല പ്രഭു, അവിടുന്ന് കൃഷ്ണനെ കാണണം. സങ്കടമുണർത്തിച്ചില്ലെങ്കിലും അവിടുന്നും ദ്വാരകാനാഥനും സതീർത്ഥ്യരാണല്ലോ. ആ സൗഹൃദം അദ്ദേഹം മറക്കാൻ ഒരു വഴിയുമില്ല. ശരിയായിരിക്കാം. എന്നാൽ ഈ അവസ്ഥയിൽ നമ്മെ കണ്ടാൽ അപകർഷതാബോധം വെടിയൂ പതേ. അവിടുന്ന് പോയി കാണണം. ഇനി സാക്ഷാൽ ദ്വാരകാനാഥന് മാത്രമേ നമ്മളെ രക്ഷിക്കാനാവുകയുള്ളൂ. പക്ഷേ വെറും കയ്യുമായി നാം എങ്ങനെ? അവിടുന്ന് അല്പസമയം ഇവിടെ നിൽക്കൂ. ഇത് ദ്വാരകാനാഥനായി നാം കരുതി വെച്ച അവിലാണ്. ഇതുമായി അവിടുന്ന് ചെല്ലും. സാക്ഷാൽ ശ്രീകൃഷ്ണന് ഈ പഴന്തുണിയിൽ കെട്ടിയ അവിലോ? എല്ലാം വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ കാണുന്നയാളാണ് വസുദേവപുത്രർ എന്ന് അങ്ങു തന്നെയല്ലേ പറയാറ്? അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ചെല്ലൂ പതേ, അവിടുന്ന് സതീർത്ഥ്യനെ കണ്ടുവരൂ. പത്നി, അവിടുന്ന് ഒന്നും മനസ്സിലാക്കിയാൽ ഞാൻ ഒരിക്കലും നമ്മുടെ അവസ്ഥ കൃഷ്ണനോട് പറയുകയോ സഹായം ചോദിക്കുകയോ ചെയ്യില്ല. എനിക്ക് അവിടുത്തെ നന്നായി അറിയാമല്ലോ. അവിടുന്ന് ദ്വാരക വരെ പോയി വരൂ. അത്രമാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. ദുരിതം നിറഞ്ഞൊരു ജീവിത ഭാണ്ഡവും സ്നേഹം നിറച്ചൊരു ആവിൽ പൊതിയും. ദുരിതം നിറഞ്ഞൊരു ജീവിത ഭാണ്ഡവും സ്നേഹം നിറച്ചൊരു ആവിൽ പൊതിയും. സതീർത്ഥ്യന് കാഴ്ചയായി വയ്ക്കുവാൻ ബ്രാഹ്മമുഹൂർത്തത്തിൽ സ്നേഹം കൈത്തിരി വെളിച്ചം പകർന്നൊരു ഗുരുകുല കാലങ്ങൾ ഓർമ്മ വന്നു. ഭഗവാനും തുടിച്ചു. ദ്വാരകയുടെ അംഗരക്ഷകർക്ക് പ്രണാമം. ഞാൻ ഏറെ ദൂരത്തു നിന്ന് ദ്വാരകാനാഥനെ കാണുവാനായി എത്തിയതാണ്. അടിയനും ദ്വാരകാനാഥൻ ശ്രീകൃഷ്ണനും സഹപാഠികളായിരുന്നു. ശ്രീകൃഷ്ണൻ എന്റെ സതീർത്ഥ്യനാണ്. എന്ത്? ഞങ്ങളുടെ പ്രഭുവും അവിടുന്നും സഹപാഠികളായിരുന്നു? ആ അതെ, ഞങ്ങൾ ഒരുമിച്ചാണ് ഗുരുകുലത്തിൽ വിദ്യാഭ്യസിച്ചത്. ചിരിപ്പിക്കാതെ പോകൂ ബ്രാഹ്മണ. ദ്വാരകാനാഥന്റെ സതീർത്ഥനാണത്ര. വേഷം നോക്കൂ. അവിടുത്തെ കാണാനായി എത്ര പേരാണ് ദിവസവും ഇതുപോലെ നുണ പ്രചരിപ്പിച്ച് എത്തിച്ചേരുന്നത്. മാറിപ്പോകൂ. അയ്യോ,
അങ്ങനെ പറയല്ലേ ദൈവേത്. സുധാമ വന്നിട്ടുണ്ടെന്ന് അങ്ങ് അവിടുത്തെ ഒന്ന് അറിയിച്ചാലും. ശേ, പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? എന്തൊരു ശല്യമാണിത്! ഏയ് ദരിദ്ര ബ്രാഹ്മണ, താൻ സതീർത്ഥ്യനാണെന്ന് പറഞ്ഞ ആൾ ആരാണെന്നറിയാമോ? സാക്ഷാൽ ത്രിലോകാധിപതി, കംസഘാതകൻ, കാളിയമർദ്ദൻ. അങ്ങനെയുള്ള ഞങ്ങളുടെ പ്രഭുവിന്റെ സതീർത്ഥ്യനെ നോക്കൂ. മുഷിഞ്ഞ വസ്ത്രങ്ങളും ദാരിദ്ര്യമേറിയ സഞ്ചിയും. മാറിപ്പോകൂ ഇവിടെ നിന്ന്. നാം ഏറെ ദൂരെ നിന്നുമാണ് വരുന്നത്. അവിടുത്തെ ഒന്ന് കണ്ടാൽ മാത്രം മതി എനിക്ക്. മാറിപ്പോകൂ. കൃഷ്ണ, എന്റെ കൃഷ്ണ. സുധാമ, സുധാമ, രുക്മിണി, സത്യഭാമ, സുധാമ വന്നിരിക്കുന്നു. എന്റെ പ്രിയ സതീർത്ഥ്യൻ സുധാമ വന്നിരിക്കുന്നു. ആരിവിടെ? സുധാമാവിനെ വരവേൽക്കാൻ വാദ്യഘോഷാദികൾ ഒരുങ്ങട്ടെ. നൃത്യങ്ങൾ ആരംഭിക്കട്ടെ. ദ്വാരക മുഴുവൻ പുഷ്പങ്ങളാൽ അലങ്കൃതമാകട്ടെ. സുധാമ, സുധാമ, വിശ്വസിക്കാനാവുന്നില്ല. വരകാനാഥനായ അവിടുന്ന് എന്നെ ഓർമ്മിക്കുമെന്ന് പോലും ഞാൻ കരുതിയില്ല. മഹാപുണ്യം, മഹാപുണ്യം. തോഴ, അവിടുത്തെ നാം മറക്കുകയോ? അവിടുന്ന് എന്റെ പ്രിയ മിത്രമല്ലേ? അവിടുത്തെ കണ്ടതിൽ നാം എത്ര സന്തോഷവാനാണെന്ന് അങ്ങേക്ക് അറിയാമോ? ഈ വാക്കുകൾ തന്നെ ഏറെ മഹനീയമാണ്. ഞാൻ എത്ര ഭാഗ്യവാനാണ്. സാക്ഷാൽ ദ്വാരകാനാഥന്റെ നാവിൽ നിന്നും അടിയനെ പറ്റി ഇത്രമേൽ പറയുകയാച്ചാൽ ഈ ജന്മം ധന്യമായിരിക്കുന്നു. എത്ര കഥകളാണ് നമുക്ക് പറയുവാനുള്ളത്. എന്നാൽ അങ്ങ് ആകെ ക്ഷീണിതനാണ്. ആദ്യം അല്പം ഭോജനമാവാം. ഇത്രയും നടന്നു വന്നതല്ലേ. ഭവതി, സുധാമയ്ക്കുള്ള ഭക്ഷണം വിളമ്പിയാലോ? കഴിക്കൂ സുധാമ. പ്രിയ തോഴ, അവിടുന്ന് എന്താണ് ആലോചിക്കുന്നത്? അതെന്ത് തന്നെയായാലും അതെല്ലാം മറന്നേക്കൂ. ഇന്ന് എന്റെ ചാരയാണ് ഇരിക്കുന്നത്.
അപ്പോൾ അങ്ങയുടെ മനസ്സും എനിക്ക് ഇവിടെ തന്നെ വേണം. കഴിച്ചാൽ മിത്രമേ, കഴിച്ചാൽ. സുധാമ, നാം ഇന്ന് ഏറെ ധന്യനായി. അവിടുന്ന് എന്നെ കാണാൻ എത്തിയല്ലോ. എത്ര നാളായി നാം ഈ വരവ് പ്രതീക്ഷിക്കുന്നു. അരുത് കൃഷ്ണ, അവിടെ നിന്നല്ല, നാം ആണ് ധന്യവാൻ. പിന്നെ പറയൂ സുധാമ, എന്തെല്ലാമാണ് വിശേഷങ്ങൾ? അവിടുത്തെ കുടുംബം സുഖമായിരിക്കുന്നുവല്ലോ അല്ലേ? ഈശ്വര കൃപ കൊണ്ട് ഈ സാധുവിന് ധാരാളം സന്താനഭാഗ്യം ഉണ്ടായി. മക്കളും പത്നിയുമായി അവിടുത്തെ നാമം ഭജിച്ചു കഴിയുന്നു. സുധാമ ഏറെ ഭാഗ്യവാനാണ്. സ്നേഹവും കരുണയുമുള്ള പത്നിയെയും ബുദ്ധി സാമർഥ്യമുള്ള കുട്ടികളെയും കിട്ടിയല്ലോ. എല്ലാം നന്നായി വരട്ടെ. അതിരിക്കട്ടെ, നമുക്ക് എന്താണ് സുധാമ കൊണ്ടുവന്നിരിക്കുന്നത്? നാം എന്തു കൊണ്ടുവരാനാണ്? ഹേ, ഒരിക്കലും വെറും കൈയോടെ അങ്ങയുടെ ധർമ്മപത്നി അങ്ങയെ അയക്കില്ല. എന്താണ് കൃഷ്ണന് തരാതെ അവിടെ നിന്ന് ഒളിപ്പിക്കുന്നത്? ഒന്നുമില്ല പ്രഭു. തരുന്നോ അതോ നാം പിടിച്ചെടുക്കണോ? എന്താണ് അവിടുത്തെ ധർമ്മപത്നി എനിക്കായി കൊടുത്തയച്ചതെന്ന് നാം ഒന്ന് നോക്കട്ടെ. അവില്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം. എന്തൊരു സ്വാദ്! അരുത് ഭവാൻ, ഇപ്പോൾ തന്നെ സുധാമായുടെ തലമുറകൾ ധന്യരായി കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു കുടുംബത്തിന്റെ ദാസിയായി അവിടുന്ന് എന്നെ മാറ്റരുതേ. ഓർമ്മിപ്പിച്ചത് നന്നായി സുധാമ. ഇത്രയും സ്വാദുള്ള ഭക്ഷണം ഏറെ നാളായി നാം കഴിച്ചിട്ട്. ഏറെ നേരമായി നാം എത്തിയിട്ട് അവിടുത്തെ സമീപത്തു നിന്നും പോകുവാൻ ഒട്ടും താല്പര്യമുണ്ടായിട്ടല്ല. എന്നാലും കുടുംബത്തെ ആലോചിക്കുമ്പോൾ പോകാതെ വയ്യ.
ഇവിടുത്തെ പറഞ്ഞയക്കുന്നതിൽ നമുക്കും സങ്കടമുണ്ട്. വല്ലപ്പോഴുമെങ്കിലും ദർശനഭാഗ്യം തന്ന് കൃഷ്ണനെയും ഈ ദ്വാരകയെയും അങ്ങ് ഓർക്കണേ. നേരമായി നാം എത്തിയിട്ട് അവിടുത്തെ സമീപത്തു നിന്നും പോകുവാൻ ഒട്ടും താല്പര്യമുണ്ടായിട്ടല്ല. എന്നാലും കുടുംബത്തെ ആലോചിക്കുമ്പോൾ ഉണ്ടാതെ വയ്യ. അവിടുത്തെ പറഞ്ഞയക്കുന്നതിൽ നമുക്കും സങ്കടമുണ്ട്. വല്ലപ്പോഴുമെങ്കിലും ദർശനഭാഗ്യം തന്ന് കൃഷ്ണനെയും ഈ ദ്വാരകയെയും അങ്ങ് ഓർക്കണേ. ഭഗവാന്റെ ദർശനഭാഗ്യം ലഭിച്ചു അടിയനല്ലേ? എങ്കിൽ പോയി വരും. ധർമ്മപത്നിയോടും കുഞ്ഞുങ്ങളോടും എന്റെ അന്വേഷണം പറയും. വിട്ടല്ലോ കൊട്ടാരമെന്താ ഇവിടെ? സുധാമ, സുധാമ, എന്നോട് പൊറുക്കൂ സുധാമ. സുധാമ, എന്നോട് ക്ഷമിക്കൂ സുധാമ. എന്താണ് അവിടുന്ന് കാണിക്കുന്നത്? കൃഷ്ണഭക്തി എന്താണെന്ന് നന്നായി അറിഞ്ഞിരിക്കുന്നു. ശിശുപാല മഹാരാജാവിന്റെ കാര്യസ്ഥപ്പണിയിൽ നിന്ന് എന്നെ പുറത്താക്കി എന്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കുമുള്ള പ്രതിഫലം എനിക്ക് കിട്ടി. കുചേല കുചേല എന്ന് വിളിച്ച് ഞാൻ അങ്ങയെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. എന്നോട് എന്റെ പത്നിയോടും മാപ്പാക്കൂ സുധാമ, മാപ്പാക്കൂ, മാപ്പാക്കൂ സുധാമ. അതൊന്നും ആവശ്യമില്ല. അവിടുന്ന് എഴുന്നേറ്റാലും. ആരുടെയാണ് ഈ ഗ്രഹം? ഇത് അവിടുത്തെ ഗൃഹമാണ്. എല്ലാം നഷ്ടപ്പെട്ട് നമുക്ക് അഭയം നൽകിയത് അങ്ങയുടെ ധർമ്മഭക്തിയാണ്. അവിവേകമെല്ലാം ഓർക്കണേ. ഇപ്പോൾ ഞങ്ങളും കൃഷ്ണഭക്തരാണ്. ആ കരുണാമയനെ ഒരു നോക്ക് കാണുകയാണ് ഇനി ഞങ്ങളുടെയും ജീവിത ലക്ഷ്യം. കൃഷ്ണ നാരായണ. ഇതെന്ത് അത്ഭുതമാണ്! ഒന്നും തിരിച്ചറിയാനാവാത്തത്ര മാറിയിരിക്കുന്നു. എന്ത് അത്ഭുതമാണ് പത്നി നടന്നത്! ഞാൻ അവിടുത്തോട് ഒന്നും ആവശ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ എനിക്കറിയാം പ്രഭു, അവിടുന്ന് ഒന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടാവില്ല. എന്നാൽ ആവശ്യപ്പെടാതെ തന്നെ ഭക്തരുടെ വിഷമങ്ങൾ അറിയുന്നവനാണല്ലോ ആ മഹാത്മൻ. അവിടുന്ന് നമ്മുടെ വിഷമം കണ്ടു. ലക്ഷ്മീ ദേവി നമ്മളിൽ പ്രസാദിച്ചു. അങ്ങയുടെ സൗഹൃദവും അകമഴിഞ്ഞ ഭക്തിയും ആ മഹാപ്രഭു കണ്ടു.
ശങ്കരനാരായണൻ. കലാസംവിധാനം സന്ദീപ് ആലപുരം ആൻഡ് കണ്ണൻ ആലപുരം. ശബ്ദ സംയോജനം സൻസീസ് കെ.എസ്. റെക്കോർഡിംഗ് ഗോപീസ് മ്യൂസിക് പ്രൊഡക്ഷൻ ഹബ് ബ്രഹ്മമംഗലം. വേഷമിടുന്നവരും കഥാപാത്രങ്ങളും: സാന്ദീപനി മഹർഷി ശശി ആലപ്പുരം, ഗുരുമാധവ് വത്സല അജികുമാർ, കുചേരൻ സനൽകുമാർ ആലപ്പുരം, ഏണോതിരി അജികുമാർ ആലപ്പുരം, ഏണോതിരി പത്നി രമ രാജേന്ദ്രൻ, കുചേര പത്നി സുജ നാരായണൻ, കൃഷ്ണൻ കൃഷ്ണ ഭരദ്വാജ് ആലപ്പുരം, രുക്മിണി രോഹിണി അമിത് കുമാർ, സത്യഭാമ അനുശ്രീ അജികുമാർ. ഭടന്മാർ അരുൺ ആലപ്പുരം, ശ്രീകാന്ത് ആലപ്പുരം. ബാലകഥാപാത്രങ്ങൾ: കൃഷ്ണൻ മാസ്റ്റർ അഭിനീത് വിനോദ്, സുധാമ മാസ്റ്റർ ആദിത്യൻ ബിയ, ഏണോതിരിയുടെ മകൻ മാസ്റ്റർ ഋഷികേശ്, സഹപാഠി മാസ്റ്റർ കൃഷ്ണദേവ്. അവതരണം ശ്രീകൃഷ്ണ കലാസമിതി ആലപ്പുരം.